ശബരിമലയിൽ മണ്ഡല പൂജയോടനുബന്ധിച്ച നിയന്ത്രണം ഡിസംബർ 26-27 തീയതികളിൽ സ്പോട്ട് ബുക്കിംഗ് 2000 ചുരുക്കിയിട്ടുണ്ട്. 26-ന് തങ്ക അങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതുവരെ ഭക്തരെ കടത്തിവിടുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മണ്ഡലപൂജയോടനുബന്ധിച്ച് ഡിസംബർ 26-27 രണ്ട് ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 26-27 രണ്ട് ദിവസം സ്പോട്ട് ബുക്കിംഗ് പരിധി 2000 കുറച്ചിട്ടുണ്ട്. നേരത്തെ 5000 എന്നുള്ള പരിധിയായിരുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്നതെങ്കിൽ അത് 2000-ലേക്ക് ചുരുക്കിയിരിക്കുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗിലും നിയന്ത്രണമുണ്ട്. ഡിസംബർ 26-ാം തീയതി 30,000 ഭക്തർക്കും ഡിസംബർ 27-ാം തീയതി 35,000 ഭക്തർക്കുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ ദർശനം അനുവദിക്കുക. ഡിസംബർ 26-ാം തീയതി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭക്തരുടെ നീക്കത്തിലും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടി ഡിസംബർ 26-ാം തീയതി തങ്കയങ്കി ഘോഷയാത്ര നിലയ്ക്കൽ എത്തും. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തും. വൈകിട്ട് 5:30 ശരംകുത്തിയിലും ദീപാരാധനയ്ക്ക് മുൻപായിട്ട് സന്നിധാനത്തും എത്തും. ഈ ദിവസം ഡിസംബർ 26-ാം തീയതി രാവിലെ 9 മണിക്ക് ശേഷം ഭക്തരെ നിലയ്ക്കലിൽ നിന്നും കടത്തിവിടുകയില്ല. അന്നേ ദിവസം രാവിലെ 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്കും കടത്തിവിടുകയില്ല. പിന്നീട് തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്നും കടത്തിവിടുക. ഏകദേശം 5:30 ശരംകുത്തിയിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തുക. ഈ സമയത്തിന് ശേഷമാണ് പമ്പയിൽ നിന്നും ഡിസംബർ 26-ാം തീയതി ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ഡിസംബർ 26-27 ദിവസങ്ങളിൽ സന്നിധാനത്ത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനം സ്പോട്ട് ബുക്കിംഗ് പരിധി 2000 ഡിസംബർ 26-ഉം 27-ഉം കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 1,00,000 ഭക്തർ ദർശനം നടത്തിയപ്പോൾ ഇന്ന് 9 മണി വരെയുള്ള സമയത്ത് 80,000-നടുത്ത് ഭക്തരാണ് ദർശനം നടത്തിയിരിക്കുന്നത്. സന്നിധാനവും പരിസരവുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഭക്തജന സഞ്ചയമുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഈ മണിക്കൂറുകളിലും. ക്യാമറമാൻ അനുജ് അനാവൂരിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.